ഹലോ വെൽക്കം ബാക്ക് ടു ചാനൽ. നമ്മൾ സാധാരണ എപ്പോഴും പറയാറുള്ള എന്താ നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെ ഭക്ഷണങ്ങൾ കൊടുക്കാം, ഏതൊക്കെ ഭക്ഷണങ്ങളാണ് അവർക്ക് നല്ലത്, വെയിറ്റ് ഗെയിൻ ചെയ്യാനുള്ള ഭക്ഷണങ്ങൾ ഏതാണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അല്ലേ. പക്ഷേ ഇന്നിപ്പോൾ നമ്മൾ പറയാൻ പോകുന്നത് അതൊന്നുമല്ല. നമ്മുടെ കുട്ടികൾക്ക് എന്തൊക്കെയാണ് കൊടുക്കാൻ പാടില്ലാത്തത് എന്നതിനെ പറ്റിയിട്ടാണ്. അതായത് പ്രത്യേകിച്ച് ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് നമുക്കങ്ങനെ എല്ലാ ഭക്ഷണങ്ങളൊന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അത് ഏതൊക്കെയാണെന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ പറയണത് ഹണിയാണ് കേട്ടോ. അതായത് നമ്മുടെ തേൻ. അപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ കണ്ടിട്ടില്ലേ, പണ്ട് തൊട്ടേ കുഞ്ഞുങ്ങളൊക്കെ ജനിച്ച് കഴിയുമ്പോൾ നാവിൽ തേൻ തൊട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ഇപ്പോൾ മരുന്നൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കയ്പ്പ് അറിയാണ്ടിരിക്കാനായിട്ടും അതുപോലെ മരുന്നിൽ ചാലിച്ച് കൊടുക്കാനായിട്ടൊക്കെ നമ്മൾ തേൻ കൊടുക്കാറുണ്ട് കുഞ്ഞുങ്ങൾക്ക്. പക്ഷേ ശരിക്കും ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ ഒരിക്കലും കൊടുക്കാൻ പാടില്ലാത്ത ഒരു സംഭവമാണ് തേൻ എന്ന് പറയുന്നത്. കാരണം തേനിൽ ഒരു പ്രത്യേകതരം ബാക്ടീരിയ ഉണ്ട്. അതായത് കൊളോസ്ട്രിഡം ബോട്ടുലിനം എന്ന് പറഞ്ഞത് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു ബാക്ടീരിയ തേനിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബാക്ടീരിയ നമ്മുടെ കുഞ്ഞുങ്ങളുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഇൻഫന്റ് ബോട്ടുലിസം എന്ന് പറഞ്ഞൊരു അസുഖം ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങനെ നിസ്സാര കാര്യമുള്ള അസുഖമൊന്നും അല്ല. അത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള അസുഖം തന്നെയാണ്. അവരുടെ ബോൺസ് ഒക്കെ വീക്ക് ആവും, അങ്ങനെ അവർക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ഒരു സീരിയസ് ആയിട്ടുള്ള അസുഖം തന്നെയാണ് നമ്മൾ തേൻ കൊടുത്തു കഴിഞ്ഞാൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ തേൻ ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തീരെയും കൊടുക്കാണ്ടിരിക്കുക. തേൻ ഒരുപാട് ഗുണങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. തേൻ ഗുണങ്ങളില്ലാന്നൊന്നും പറയുന്നില്ല. പക്ഷേ ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ഈ തേൻ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ മാക്സിമം നമ്മൾ ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ട് തേൻ കൊടുത്തുകൊടുക്കുക. അപ്പോൾ സെക്കൻഡ് വൺ ആയിട്ട് പറയണത് ഉപ്പാണ് കേട്ടോ. അപ്പോൾ ഉപ്പ് നമുക്കറിയാലോ, നമ്മുടെ ഭക്ഷണത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവം തന്നെയാണ് ഉപ്പ്. ഉപ്പില്ലാത്ത കഞ്ഞി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ കുട്ടികൾക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഓർക്ക് അയ്യോ അവർക്ക് ഉപ്പില്ലാണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെ കഴിക്കും എന്നൊക്കെയുള്ള ചിന്ത കൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഉപ്പ് അവരുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യുന്നത്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്ക് അങ്ങനെ ഉപ്പ് എന്ന് പറഞ്ഞൊരു സംഭവം നമ്മൾ ചെറുപ്പം തൊട്ട് അവർ ജനിച്ചപ്പോൾ തൊട്ട് തന്നെ, ജനിച്ചപ്പോഴല്ല, അവർക്ക് ഭക്ഷണം കൊടുക്കുന്ന സമയം തൊട്ട് തന്നെ നമ്മൾ അവർക്ക് ഉപ്പില്ലാണ്ട് കൊടുത്തു തുടങ്ങി കഴിഞ്ഞാൽ അവരൊരിക്കലും അങ്ങനെ ഉപ്പിനോടുള്ള ഇതൊന്നും കാണിക്കില്ല കേട്ടോ. പക്ഷെ നമ്മളങ്ങനെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ അവർക്ക് കൊടുക്കാണ്ടിരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ മാക്സിമം ഉപ്പില്ലാണ്ട് കൊടുക്കാൻ നോക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ദിവസം ഒരു വളരെ ചെറിയ എമൗണ്ടിൽ മാത്രം ഉപ്പ് മതിയാവും. അപ്പോൾ അത് ഓൾറെഡി നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൽ നിന്നോ അല്ലെങ്കിൽ ഫോർമുല മിൽക്കിൽ നിന്നൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ എക്സ്ട്രാ ആയിട്ട് അങ്ങനെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ എക്സസ് എമൗണ്ടിൽ ഉപ്പ് അവരുടെ ശരീരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്താ സംഭവിക്കണമെന്ന് വെച്ചാൽ അവരുടെ കിഡ്നി എന്നൊക്കെ പറയണത് ഭയങ്കര കുഞ്ഞി ഡെലിക്കേറ്റ് ആയിട്ടുള്ള കിഡ്നിയൊക്കെ അല്ലേ. അപ്പോൾ നമ്മൾ ഈ ഒരു എക്സ്ട്രാ അളവിൽ ഉപ്പൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആ കിഡ്നിക്ക് അതൊക്കെ ഫിൽറ്റർ ചെയ്യാനായിട്ട് അതൊരു എക്സ്ട്രാ ലോഡാവും. അപ്പോൾ അതിന് പറ്റുണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ കിഡ്നി വീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് വേറെയും പല അസുഖങ്ങൾ ഉണ്ടാക്കാനായിട്ടും റെസ്പിറേറ്ററി പ്രോബ്ലംസ് ഉണ്ടാക്കാനായിട്ടും അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷൻ അങ്ങനത്തെ കുറേ അസുഖങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഈ ഉപ്പ് കാര്യമാവുന്നുണ്ട്. ഇനി തേർഡ് വണ്ണായിട്ട് പറയുന്നതാണ് ഷുഗർ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഷുഗർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള കാര്യം. അത് ഒരുപാട് കെമിക്കൽ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് ഷുഗർ കൊടുക്കാണ്ടിരിക്കുക. ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് നമ്മൾ ഒരു തരി പോലും കൊടുക്കാണ്ടിരിക്കുക. അത് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മൾ ചെറിയ എമൗണ്ടിൽ മാത്രം ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്താ മേലെ കൊടുക്കാം, പോയി കണ്ടു നോക്കിയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഫോർത്ത് വൺ ആയിട്ട് പറയുന്നത് കൗസ് മിൽക്കാണ് കേട്ടോ, അല്ലെങ്കിൽ ആനിമൽ മിൽക്ക്, എന്തെങ്കിലും ഗോട്ട് മിൽക്ക് അങ്ങനത്തെ മിൽക്കൊക്കെ ഇല്ല. അപ്പോൾ അതൊന്നും നമ്മൾ ഒരു വയസ്സുള്ള കുട്ടികൾക്ക് കൊടുക്കാനേ പാടില്ല. കാരണം എന്ന് വെച്ചാൽ അതിനുള്ളിൽ ഒരുപാട് പ്രോട്ടീൻസ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത്ര അധികം പ്രോട്ടീൻസ് ഒന്നും നമ്മുടെ കുട്ടികൾക്ക് ശരിക്കും ആവശ്യമില്ല. അവരുടെ ആവശ്യത്തിനുള്ള എല്ലാ പ്രോട്ടീൻസും അവർക്ക്, എല്ലാ കാൽസ്യം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവർക്ക് നമ്മുടെ ബ്രസ്റ്റ് മിൽക്കിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ഫോർമുല മിൽക്കിൽ നിന്നൊക്കെ അവർക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമ്മൾ എക്സ്ട്രാ ആയിട്ട് കൗസ് മിൽക്ക് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ബോഡിയിൽ അത് ദഹിക്കാനായിട്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ അവർക്ക് അലർജീസ് ഒക്കെ ഉണ്ടാവാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു വയസ്സ് വരെ കുഞ്ഞുങ്ങൾക്ക് കൗസ് മിൽക്ക് അല്ലെങ്കിൽ ആനിമൽ മിൽക്ക് ഒന്നും കൊടുക്കാണ്ടിരിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം കേട്ടോ. ഒരു വയസ്സൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്നാലും നമ്മൾ ചെറിയ എമൗണ്ടിൽ കൊടുത്ത് നോക്കിയിട്ട് അവർക്ക് പ്രശ്നം ഇല്ലാന്നുണ്ടെങ്കിൽ മാത്രം കൊടുത്തു തുടങ്ങുക. അല്ലാണ്ട് പെട്ടെന്ന് ഒരു ദിവസം കയറിയിട്ട് അങ്ങനെ ഒരു ഗ്ലാസ് ഫുള്ള് മിൽക്കൊന്നും കൊടുക്കരുത്. അപ്പോൾ നമുക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെറുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാം. പക്ഷേ ഒരു വയസ്സ് വരെ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ഇത് കൊടുക്കാനേ പാടില്ല. ഇനി ഫിഫ്ത്ത് വണ്ണായിട്ട് പറയണതാണ് ബിസ്ക്കറ്റ്സ്. അപ്പോൾ നമ്മൾ പലരും കുട്ടികൾക്ക് ബിസ്ക്കറ്റ്സ് ഒക്കെ കൊടുക്കാറുള്ളവരാണ്. നമ്മളിപ്പോൾ രാവിലെയും വൈകിട്ടൊക്കെ അവർക്ക് ബിസ്ക്കറ്റ്സ് കൊടുക്കാറുണ്ട്. ഇനിയിപ്പോൾ ഒരു നേരം ഭക്ഷണം കഴിച്ചില്ല എന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ അവർക്ക് ബിസ്ക്കറ്റ്സ് കൊടുക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു ബിസ്ക്കറ്റ്സ് കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്നതിന് കാരണം എന്ന് വെച്ചാൽ അതിനുള്ളിൽ ഒരുപാട് ഷുഗർ അടങ്ങിയിട്ടുണ്ടാവും. അതുപോലെ തന്നെ പ്രിസർവേറ്റീവ്സ് കുറേ അടങ്ങിയിട്ടുണ്ടാവും. പിന്നെ മിക്ക ബിസ്ക്കറ്റ്സും ഇപ്പോൾ അത് എന്താ വീട്ടിൻ്റെ ബിസ്ക്കറ്റ് ആണല്ലോ, ഓട്സിൻ്റെ ബിസ്ക്കറ്റ് ആണെന്നൊക്കെ പറഞ്ഞ് വരുന്നുണ്ടെങ്കിലും അതിലൊക്കെ പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മൈദ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഒരിക്കലും അങ്ങനെ വിശ്വസിച്ച് വാങ്ങിക്കൊടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അതിപ്പോൾ ഒരു വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾക്കെന്നല്ല, അത് കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്ക് അങ്ങനെ ബിസ്ക്കറ്റ്സ് ഒന്നും വിശ്വസിച്ച് കൊടുക്കാൻ പറ്റില്ല.
ഇനിയിപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബിസ്ക്കറ്റ്സ് അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹെൽത്തി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ചിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കുന്നതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെ കൊടുക്കണോണ്ട് കുഴപ്പമില്ല. മാക്സിമം നമ്മൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടൊന്നും ബിസ്ക്കറ്റ്സ് കുട്ടികൾക്ക് കൊടുക്കാണ്ടിരിക്കും. 6th ആയിട്ട് പറയുന്നത് പ്രോസസ്ഡ് ബേബി ഫുഡ്സ് ആണ് കേട്ടോ. അതായത് നമ്മുടെ ടിൻ ഫുഡ്സ് ഒക്കെ ഉണ്ടല്ലോ, സെർലാക്ക്, അതുപോലെ തന്നെ ന്യൂട്ടെല്ല, പിന്നെ പീനട്ട് ബട്ടർ ഒക്കെ ഉണ്ടാവില്ലേ കടയിൽ നിന്നൊക്കെ വാങ്ങുന്നത്. അപ്പോൾ അതൊന്നും നമ്മൾ കുട്ടികൾക്ക് മാക്സിമം കൊടുക്കാണ്ടിരിക്കാൻ നോക്കുക. കാരണം ഈ ഒരു ഫുഡിന് നമ്മൾ എക്സ്പയറി ഡേറ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷത്തോളമൊക്കെ അത് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു വർഷത്തോളം അത് കേടുകൂടാണ്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ളിൽ എന്തുമാത്രം പ്രിസർവേറ്റീവ്സ് ആയിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇത്രയധികം പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഭക്ഷണങ്ങളൊന്നും നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കാണ്ടിരിക്കുക. അവർക്ക് എപ്പോഴും നമ്മൾ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള അങ്ങനെ ഫ്രഷ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ തന്നെ കൊടുത്ത് ശീലിപ്പിക്കുക. ഇങ്ങനെയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് എപ്പോഴും അങ്ങനെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതൊക്കെ അവർക്ക് എന്നും പിന്നെ വലുതായി കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ മാക്സിമം അങ്ങനത്തെ ഭക്ഷണങ്ങൾ അവർക്ക് കൊടുക്കാണ്ടിരിക്കുക. പിന്നെ 7th ആയിട്ട് പറയുന്നത് ഡീപ്പ് ഫ്രൈഡ് ഫുഡ്സ് ഉണ്ടല്ലോ. അതായത് നമ്മളിങ്ങനെ ഒരുപാട് വറുത്തെടുത്തിട്ടുള്ള സമോസ, അങ്ങനെ കുറേ ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ചിപ്സുകളൊക്കെ. അപ്പോൾ അതൊന്നും നമ്മൾ കുട്ടികൾക്ക് അധികം കൊടുക്കാണ്ടിരിക്കാൻ നോക്കുക. കാരണം ഇതിനുള്ളിൽ ഒരുപാട് സാച്ചുറേറ്റഡ് ആയിട്ടുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മളെ കുട്ടികൾക്ക് അത്ര നല്ലതല്ല, നമുക്ക് പോലും നല്ലതല്ല കേട്ടോ ഇതൊന്നും കഴിക്കുന്നത്. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് കഴിക്കാൻ പാടുള്ള കാര്യം എന്താവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്നും അങ്ങനെ കൊടുക്കാണ്ടിരിക്കാൻ നോക്കുക. ഇനിയിപ്പോൾ നമുക്ക് അങ്ങനെ ക്രിസ്പി ആയിട്ടൊക്കെ അവർക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ പൊരിച്ച് അങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കുന്നതിന് പകരം ബേക്ക് ചെയ്തൊക്കെ കൊടുക്കാൻ നോക്കുക. അങ്ങനെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര അധികം പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക. കണ്ടി കുട്ടിയമ്മ ഇവിടെ നിൽപ്പണ്ട കേട്ടോ. ഇവർക്ക് വീഡിയോയിൽ വരണം എന്ന് പറഞ്ഞ് ചാടി കളിക്കുക താഴത്തുന്നിട്ട്. ഹായ് പറഞ്ഞിവാ. ഇവർക്ക് ഹായ് പറയാനൊക്കെ അറിയാം. ഹായ്. ഇനി 8th ആയിട്ട് പറയുന്നത് നമ്മുടെ ചായ, കാപ്പി, അതുപോലെ തന്നെ ഈ സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കാനേ പാടില്ല. ഈ ചായയൊക്കെ മിക്ക കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പോൾ നമ്മൾ കൊടുക്കാറുണ്ടാവും അവർക്ക്. ഇപ്പോൾ ഇവ തന്നെ ആണെങ്കിലും ചായയൊക്കെ വെച്ചിരുന്ന് കുടിക്കാറുണ്ട്. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ കാപ്പിയൊക്കെ കുട്ടികൾക്ക് ഒരുപാട് കൊടുത്താൽ നമുക്ക് കഫെയിൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കഫെയിൻ എന്ന് പറയുന്ന സംഭവം നമ്മുടെ കുട്ടികളുടെ വയറിനൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ചായയിൽ അടങ്ങിയിട്ട് ടാനിൻ എന്ന് പറഞ്ഞൊരു സംഭവം നമ്മുടെ കുട്ടികളുടെ ശരീരത്തിൽ അയൺ അബ്സോർബ് ചെയ്യാനുള്ള ആ ഒരു കഴിവിനെയൊക്കെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ അതൊന്നും കൊടുക്കാണ്ടിരിക്കുക. പിന്നെ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കാര്യം പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്കറിയാം ഈ സ്പ്രൈറ്റ്, 7up ഇതൊക്കെ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവാറുണ്ട് എന്തുമാത്രം ദോഷങ്ങളാണ് നമ്മുടെ ശരീരത്തിന് ഉണ്ടാക്കാനുള്ളത്. നമുക്ക് കഴിക്കുമ്പോൾ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു കാര്യമില്ല. അപ്പോൾ പിന്നെ കുട്ടികൾക്ക് നമ്മളത് ഒഴിച്ചു കൊടുക്കാതെ വെച്ചാൽ നമുക്ക് അവർക്ക് വിഷം ഒഴിച്ചു കൊടുക്കുന്നതിന് തുല്യം തന്നെയാണ്. അതൊന്നും എന്തായാലും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ കുട്ടികൾക്ക് മാക്സിമം കൊടുക്കാണ്ടിരിക്കാൻ നോക്കുക. പിന്നെ അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ ഷുഗറി സ്വീറ്റ്സ്, അതായത് നമ്മുടെ ചോക്ലേറ്റ്സ്, അതുപോലെ തന്നെ ജിലേബി, ലഡു, അങ്ങനത്തെ ഒരുപാട് മധുരമുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അത് നമ്മൾ കുട്ടികൾക്ക് അധികം കൊടുക്കാണ്ടിരിക്കുക. കാരണം ഇതിനകത്ത് ഒരുപാട് ഷുഗർ ഉണ്ട്, അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്സ് ഉണ്ടാവും, അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ അതിലുണ്ടാവും. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് ഒരുപാട് പ്രശ്നം ഉണ്ടാക്കും കേട്ടോ. അവരുടെ വയറിനാണെങ്കിലും അവരുടെ ഹെൽത്തിനാണെങ്കിലും അവരുടെ പല്ലിനാണെങ്കിലും എല്ലാത്തിനും ഇത് പ്രശ്നം തന്നെയാണ്. അതുപോലെ തന്നെ ഒരുപാട് മധുരമൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ അവർ ബാക്കിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് അവർക്ക് ഭയങ്കര മടുപ്പുണ്ടാവും. പിന്നെ നമ്മൾ കുട്ടികൾക്ക് ചെറുപ്പം തൊട്ടേ ഇങ്ങനെ ഈ മധുരമൊക്കെ കൊടുത്ത് ശീലിപ്പിച്ച് കഴിഞ്ഞാൽ അത് അവർക്ക് ഭയങ്കര അഡിക്ഷൻ ആയി പോവുകയും ചെയ്യും. അവർ വലുതായി കഴിഞ്ഞാലും ഇങ്ങനെ തന്നെ കഴിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ കുട്ടികൾക്ക് അങ്ങനെ ചോക്ലേറ്റ്സ് ഒന്നും എപ്പോഴും ചിലരൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എല്ലാ ദിവസവും കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് ചോക്ലേറ്റ്സ് വാങ്ങിക്കൊടുക്കുക, അങ്ങനത്തെ പരിപാടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യില്ല. വല്ലപ്പോഴൊക്കെ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുക്കണോണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എപ്പോഴും അങ്ങനെ ചോക്ലേറ്റ്സ് ഒന്നും കുട്ടികൾക്ക് കൊടുക്കാണ്ടിരിക്കുക. പ്രത്യേകിച്ച് 1 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കൊടുക്കാനേ പാടില്ല. ഇനി ലാസ്റ്റ് ആയിട്ട് പറയുന്നത് അലർജിക് ഫുഡ്സ് ആണ് കേട്ടോ. അതായത് നമ്മുടെ കുട്ടികൾക്ക് അലർജി ഉണ്ടാക്കുന്ന ഭക്ഷണങ്ങളുണ്ടല്ലോ. അതായത് മുട്ടയുടെ വെള്ള, പിന്നെ നട്ട്സൊക്കെ കുറേ കുട്ടികൾക്ക് അലർജി ഉണ്ടാവും. പിന്നെ വീറ്റ്, അതുപോലെ തന്നെ ഈ ഓറഞ്ച്, സ്ട്രോബെറീസ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കുറേ കുട്ടികൾക്ക് അലർജി ഉണ്ടാക്കും. അപ്പോൾ ഇത് നമ്മുടെ ചോയ്സാണ് കേട്ടോ, കൊടുക്കണോ വേണ്ടോ എന്നുള്ളത്. കാരണം ഇതെല്ലാം എല്ലാ കുട്ടികൾക്കും അലർജി ഒന്നും ഉണ്ടാക്കില്ല. അപ്പോൾ നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ അലർജി ഒന്നും ഇല്ലാത്തവരാണെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കുട്ടികൾക്ക്. അത് നമ്മളൊരു സെയിം സാധനം ഒരു 3 ദിവസം കണ്ടിന്യൂസ്ലി അവർക്ക് കൊടുത്ത് നോക്കുക. എന്നിട്ട് അവർക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് കണ്ടിന്യൂ ചെയ്ത് കൊടുക്കാം. ഈ പറഞ്ഞാലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വേഗം തന്നെ ഡോക്ടറിനെ കാണിക്കേണ്ടി വരും. അപ്പോൾ ഇത് നമുക്ക് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രം ചെയ്ത് നോക്കിയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊരു 1 year വരെ ഡിലേ ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കണയാവും ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. എന്തായാലും കുട്ടികൾക്ക് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്താൽ അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല.
അപ്പോൾ എനിക്കറിയാം ഇതൊക്കെ പറഞ്ഞു തരാനായിട്ട് നല്ല ഈസി ആയിരിക്കും, പക്ഷേ ഇതൊക്കെ പാലിക്കുക എന്നുള്ളത് അത്രയും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമായിരിക്കും. കാരണം നമ്മുടെ സൊസൈറ്റി, നമ്മുടെ വീട്ടിലൊക്കെ തന്നെ പ്രായമായ ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവരും നമ്മൾ ഒരിക്കലും ഇതിനൊന്നും സംഭവിക്കാൻ പോകുന്നില്ല, അവർ നമ്മുടെ കൂടെ ഉണ്ടാവില്ല, എപ്പോഴും നമ്മുടെ എതിര് നിൽക്കാനായിട്ട് ഇവർ നോക്കുള്ളൂ. അപ്പോൾ കൂടുതൽ അവരൊക്കെ പറയണതെന്ന് വെച്ചാൽ ഞങ്ങളും കുട്ടികളെ വളർത്തിയിട്ടുള്ളതാണ്, ഞങ്ങളുടെ മക്കൾക്കൊന്നും സംഭവിച്ചില്ലല്ലോ എന്നൊക്കെ ആയിരിക്കും പറയാൻ പോകുന്നത്. അപ്പോൾ അവരുടെ മക്കൾക്കൊന്നും സംഭവിച്ചില്ല എന്നുണ്ടെങ്കിൽ അതൊക്കെ പടച്ചവൻ്റെ അനുഗ്രഹം എന്ന് വേണം പറയാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരിക്കലും നമ്മുടെ കുട്ടികളുടെ ആരോഗ്യം വെച്ചിട്ട് റിസ്ക് എടുക്കാൻ നോക്കരുത് കേട്ടോ. നമുക്ക് അവരുടെ ആരോഗ്യമല്ല ഏറ്റവും വലുത്. പ്രിവെൻഷൻ ഇസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ കുട്ടികൾക്ക് അസുഖം വന്നിട്ട് ചികിത്സിക്കാൻ പോകുന്നതിനേക്കാളും ഏറ്റവും നല്ലത് നമുക്ക് അവർക്ക് അസുഖം വരാണ്ടിരിക്കാനായിട്ട് നോക്കുന്നതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. പിന്നെ ആരെങ്കിലും ചാനൽ ഇപ്പോൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം. അപ്പോൾ നമുക്കിനി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.